Savior, I come, quiet my soul. Remember, redemption's hill, where your blood was spilled for my ransom. Everything I once held dear, I count it all as lost. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇവരെ വളർത്തിയെടുക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ സമൃദ്ധിയും നൽകണമേ. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ട സകല അനുഗ്രഹങ്ങളും നൽകി ഏറ്റവും നല്ല രീതിയിൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ അങ്ങ് കൃപയാകണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ജലത്താലും പരിശുദ്ധാത്മാവിനും വീണ്ടും ജനിച്ച് പിതാവേ എന്നങ്ങയെ വിളിക്കുവാൻ ഈ ശിശുക്കളെ അർഹരാക്കണമേ. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസരൻ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശുക്കൾ പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിൽ അവയവമായി തീരുന്ന ഈ ദാസർ കൂദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസരോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ സ്വീകരിക്കുന്നുവോ? ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയൻ്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്നുചേരുന്ന നിന്റെ രക്ഷാകരമായ ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഈ ശിശുക്കൾക്ക് നിത്യജീവനിലേക്ക് കവാടമായി ഭവിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശ്വാസ പ്രഖ്യാപനമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനെ തുല്യച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവം പിതാവിനോട് കൂടി ഏകസത്യയുമാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാൻ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണം. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവായ ദൈവം യോർദാൻ മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കും. അവിടെ നിന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പവിത്രീകരിക്കപ്പെട്ടു അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന പുതിയ ഉദരമായി തീരാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഡാനിയേൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. മിശിഹ നിങ്ങൾക്ക് മാർഗദീപമായിരിക്കട്ടെ. ഞങ്ങളുടെ ഈ മക്കളെ അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകണം. ഏറ്റവും നന്നായി മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ട കൃപ നൽകണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളാകണം ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനത്തോടെ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായി ഈശോയുടെ രക്തത്താൽ ഈ ശിശുക്കളെ അങ്ങ് കഴുകി വിശദീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിന് നൽകുന്ന കർത്താവിശ്വമിശയുടെ വാഗ്ദാനം ഈ ദാസരിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെയും മക്കളെ മിശിഹായുടെ കൂട്ടവകാശികൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവലത്താൽ സമ്പന്നരുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസർ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാറിയോസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥനായ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥന ഈ ശിശുക്കളെ സഹായിക്കുമാറാക്കും. ഈ ശിശുക്കളുടെ നാമത്തിന് കാരണഭൂതരായ വിശുദ്ധ ഐസക്കിൻ്റെയും വിശുദ്ധ ഡാനിയലിൻ്റെയും ജീവിത മാതൃക ഇവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യപ്പെടുകയും മാമോദീസായുടെ ദൈവമക്കളുടെ പദ്ധതിയിലേക്ക് തിരുസഭയുടെ വിശ്വസ്ത പുത്രരായി ജീവിക്കുവാൻ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിങ്ങളെന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതരാകട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആശ്രയിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശികളായിത്തീരുന്നവരും ആപത്തുകൾ തുണയും സങ്കടങ്ങൾ ആശ്വാസവും പരീക്ഷ ബലവും നൽകി അവിടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കന്മാർക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാക്കട്ടെ. ഈ തിരുത്തലിനെ സംബന്ധിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കത്തോലിക്ക തിരുസഭയിൽ പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നീ വിശ്വസിക്കുന്നു. മാമോദീസായി നിന്റെ തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ
വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവരുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? പ്രിയമാണവരെ, ദൈവം നിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നീ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടെന്ന പോലെ നിന്റെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. ഈശോ എന്നും നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം. മാലാഖമാരുടെ പ്രതിജ്ഞയാണ്. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ
യേശു താൻ ഒറ്റപ്പെടുത്തപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃത്യത കർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുകയും. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യേകം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിലും രക്തത്തിലും എതിരെ തെറ്റുകയും. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നിങ്ങൾ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിക്കുകയും അധ്യായം 6 വാക്യങ്ങൾ 50 മുതൽ 59 വരെ. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാം ഇവന് എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മണ്ണ് ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിത് പറഞ്ഞത്. ഇസബൽ വലിയ സിജു റോബി യോജന ചേച്ചി ബഹുമാനപ്പെട്ട സിസ്റ്റർ ഏറ്റവും സ്നേഹമുള്ള കുടുംബാംഗങ്ങളുടെ ബന്ധുത്വത്തിൽ ആദ്യമായി തന്നെ ഇസബൽ വലിയയ്ക്കും അതുപോലെ ഡാനിയയ്ക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഇസബൽ വലിയ ഇന്നത്തെ താമസിക്കുന്നത് ഒരു കുഞ്ഞ പദ്ധതിയാണ്. സ്വീകരിക്കുന്ന കർത്താവാണെന്നുള്ള ബോധ്യമൊന്നും വരാമറ്റുള്ളവർ വളർച്ച അഭിവൃദ്ധിയായിട്ട് കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകും. നമുക്കൊക്കെ ബോധ്യമുണ്ടോ എന്ന് തന്നെ സംശയങ്ങളാണ്. നമ്മളെ ചിന്തിച്ചിട്ടില്ല. അപ്പമാകുന്നവനാണ് അപ്പൻ. അതുപോലെ അപ്പമാകാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ അപ്പനാകില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആർക്കൊക്കെ വേണ്ടി എൻ്റെ ജീവിതം അപ്പമാകേണ്ടതുണ്ട്. ആ അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുന്നതിൽ പങ്കുവെച്ചിട്ട് തീരേണ്ടത്. അപ്പോഴാണ് ജീവനാക്കിയത്. അപ്പമായി തീരാത്തൊരപ്പനും മക്കൾക്ക് ജീവനാക്കി, മറ്റാർക്കും ജീവനാക്കി. അതുകൊണ്ട് ജീവിതത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ആദ്യം അപ്പത്തിൻ്റെ കണക്ക് പറയുക. അതോടൊപ്പം അമ്മ നൊന്ത് പെറ്റതിൻ്റെ കണക്ക് പറയുക. കാരണം വേദനകളാണ്, കീറുന്നതും മുറിയപ്പെടുന്നതും ഒക്കെയാണ് അമ്മയാക്കി മാറ്റുന്നത്. അപ്പം നൽകുന്നവൻ അപ്പനാക്കി മാറ്റും. മുറിയപ്പെട്ട് അതിന് ശുശ്രൂഷ ഇസബൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം ഇസബൽ എന്നെ വളർത്തിയെടുക്കാൻ എൻ്റെ അമ്മ എന്നോട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര രാത്രി നീ എൻ്റെ അമ്മയ്ക്ക് മര്യാദയ്ക്കാണ് ഉറക്കം കൊടുക്കാതെ പറ്റുന്നത്. ഇതൊക്കെ നീ വല്ലതും അറിയുന്നുണ്ട്. അതുപോലൊരു ജീവിതത്തിൽ നിന്നിരാക്കിയെടുക്കാൻ ഇവരൊക്കെ തോന്നി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ശിശു ഗോപിയൊക്കെ ഇത്തരം ബുദ്ധിമുട്ടി അപ്പച്ചനും ചെറുക്കി കാര്യങ്ങളേർപ്പെട്ട് ചെയ്യുമ്പോൾ എല്ലാം ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ. നമ്മൾ കൊടുക്കുന്നത് അനുഗ്രഹപ്രദമായി തീരട്ടെ. ഞങ്ങളുടെ ഈ വർഷത്തെ അനുഗ്രഹപ്രദമാക്കണമേ. പ്രാർത്ഥനയോട് അങ്ങേ സന്നിധിയിലേക്ക് ബലിവസ്തുക്കളോട് ചേർത്ത് ജീവിതങ്ങൾ മുഴുവൻ സമർപ്പിക്കുമ്പോൾ ഈ ജീവിത ബലി സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. ജീവിതം കാഴ്ചയായേകാൻ ഈ ബലിവേദിക്കു മുൻപിൽ വന്നണഞ്ഞിടുന്നു ഞാനെൻ പിതാവേ. പൂർണ്ണമായെന്നെ നിനക്കേകുവാൻ ജീവിതം കാഴ്ചയായേകാൻ ഈ ബലിവേദിക്കു മുൻപിൽ വന്നണഞ്ഞിടുന്നു ഞാനെൻ പിതാവേ. പൂർണ്ണമായെന്നെ നിനക്കേകുവാൻ കർത്താവേ, ആശീർവദിക്കണമേ.
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവം, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധന്റെ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരിക്കും ഞങ്ങളുടെ കാരുണ്യതീരത്ത് യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയതാണ് തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശ്രദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അറിയപ്പെടുന്ന പത്തോട് ചേർത്ത് സ്നേഹിക്കാൻ വേണ്ടിയുള്ള ജീവിതത്തിൻ്റെ എല്ലാ മുറിവുകളും അങ്ങേ കരങ്ങളിലേക്ക് ഉയർത്തപ്പോൾ ആർക്കൊക്കെ വേണ്ടി ജീവിതം മുറിഞ്ഞും പങ്കുവയ്ക്കപ്പെട്ടും സ്നേഹമാക്കി മാറ്റേണ്ടതുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഈ ജീവിതം സാഫിതമാകേണ്ടി വരുന്നു. ആ മുറിവുകൾ ബലിയുടെ ആനന്ദമായി മാറാൻ സ്നേഹത്തിൻ്റെ നിറവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ഇറങ്ങി വന്ന് ഞങ്ങളോട് കൂടെയാകണമേ. കർത്താവിനെ നമ്മിലേക്ക് വിളിച്ചിറക്കാം. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Sophia
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. പൂക്കൾക്കില്ല പ്രഭ സ്നേഹന്മാരെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ കാരുണ്യത്തിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. സ്നേഹന്മാരുടെയും അവർ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യദാനം അങ്ങയുടെ ദാസിക്ക് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മാമോദീസായിലൂടെ ഒത്തുചേരുകയും മിശിഹായുടെ ഭൗതിക ശരീരത്തിനകത്വവും നിത്യജീവിതത്തിലുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. പിതാവേ നമ്മെ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പടയാളിയും സഭയുടെ വിശ്വസ്ത ദാസ്യമായി ജീവിക്കുവാൻ ഇവിടെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവിടെ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശിയായിത്തീരുന്നതുവരെ ആപത്തുകൾ തുണയും സങ്കടങ്ങൾ ആശ്വാസവും പരീക്ഷകൾ ബലവും നൽകി അവിടെ തന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കന്മാർക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരാൻ ദൈവം തന്നെ യോഗ്യയാക്കട്ടെ. ഈ തിരുക്രമങ്ങളിൽ പങ്കുള്ള എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നിരിക്കുന്നു. ഇടയാകട്ടെ. ശിശുസഹജമായ നിഷ്കളങ്കതയോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും.
പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ആ അമ്മയിൽ ഇടങ്ങിയിരുന്ന സുഹൃത്തുക്കൾ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാനും ഇത് ഞങ്ങൾക്ക് സഹായകമാകട്ടെ. ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിൽ സ്നേഹത്തിനും ഐക്യത്തിനും കാത്തു സൂക്ഷിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും. ആമേൻ. Mr. Sijo Joy Kompara, his wife Mrs. Ruby Jacob and their children Michelle, Isabel and Daniel. നമുക്കെല്ലാവർക്കും നല്ലൊരു കയ്യടിയോട് കൂടെ ഈ കുടുംബത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Everyone please put your hands together for this family. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കാം. Now the dance is complete, so let's begin our official ceremonies. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പ്രതീകമായിട്ട് ദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. I invite the family to step forward and jointly light the unity candle.
had faith, and you gave new life. In this moment now I pray, and I vow